അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസം ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി 300 വട്ടം ചൊല്ലിയാൽ അവരുടെ ഖബറുകളിൽ വലിയ പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കുമെന്ന് മഹാന്മാരും പറഞ്ഞ ഒരു ദിക്ർ. മനകാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ചെറിയൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ. യൗമൽ ഈദി, പെരുന്നാൾ ദിവസം 300 മറ, 300 പ്രാവശ്യം 300 വട്ടം ഒരാൾ ചൊല്ലിയാൽ വഅഹ്ദാഹ, ആ ചൊല്ലിയ 300 ദിക്റിനെ അവൻ അദീ ചെയ്തു ലിഅംവാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബറിലേക്ക് അത് അദീ ചെയ്തു. എന്നാൽ ദഖല ഫീ കുല്ലി ഖബരിൻ അൽഫനൂ, ഏത് ഖബറിലേക്കാണോ, ആരുടെ ഖബറിലേക്കാണോ അവൻ ഹദീ ചെയ്തത് അവരുടെ ഖബറിൽ അല്ലാഹു 1000 പ്രകാശം ഇട്ടുകൊടുത്തു. ഒറ്റ പ്രകാശം ലഭിച്ചാൽ തന്നെ അവന്റെ ആ ഖബറാളി രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള 1000 പ്രകാശം അല്ലാഹു അവന്റെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കും. 1000 പ്രകാശം ഖബറിൽ ഇട്ടുകൊടുക്കും. ഈ ചൊല്ലിയവൻ മരണപ്പെട്ടാൽ അവന്റെ ഖബറിൽ അൽഫനൂർ, ലക്ഷക്കണക്കിന് 1000 എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കായ പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കും. അവന്റെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കും, രക്ഷപ്പെടുത്തും. അതേപോലെ തന്നെ മറ്റൊരു ദിക്ർ പെരുന്നാൾ ദിവസം, മനിസ്തഗ്ഫറ ഫീ യൗമിൽ ഈദി ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ 100 മറ 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ 100 വട്ടം ചൊല്ലിയാൽ ലാ യുബഖാ ഫീ ദിവാനി ശൈഉൻ മിന അദ്ദുനൂബ്, അവന്റെ ഏടിൽ നിന്ന് എല്ലാ ചെറുദോഷങ്ങളും എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു മായ്ച്ചു കളയും. അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ പെരുന്നാൾ ദിവസം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിക്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.